യുഎഇയിൽ ശക്തമായ മഴ തുടരുന്നു. റാസൽ ഖൈമയിൽ കാറ്റിൽ കല്ല് ദേഹത്ത് പതിച്ച് മലയാളി മരിച്ചു. ഇന്ന് രാത്രി മുതൽ മഴ കൂടുതൽ കനക്കുമെന്നതിനാൽ രാജ്യവ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. നാളെ സ്വകാര്യ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാൻ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി. വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഷാർജയിൽ ഇന്ന് രാത്രി മുതൽ പാർക്കിംഗ് പൂർണ്ണമായും സൗജന്യമാക്കി. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, കനത്ത മഴയാണ് യുഎഇയിലെങ്ങും. പല സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? നിലവിലെ കാലാവസ്ഥാ റിപ്പോർട്ട് എങ്ങനെയാണ്? ധന്യ, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങരുത് എന്നാണ് ഒരു നിർദ്ദേശം വിവിധ എമിറേറ്റുകളിലെ പോലീസ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ പുലർച്ചെ വരെ ശക്തമായ മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മിക്ക സ്ഥാപനങ്ങളിലും, അതായത് ഈ മഴ ബാധിക്കുന്ന സ്ഥലങ്ങളിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കണം എന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദാരുണമായൊരു അപകടമുണ്ടായത് റാസൽ ഖൈമയിലാണ്. ഒരു മലപ്പുറം കൊടിഞ്ഞി സ്വദേശിയായ സൽമാൻ ഫാരിസാണ് ഈ കാറ്റിൽ കല്ല് ദേഹത്ത് പതിച്ച് മരിച്ചത്. ശക്തമായ മഴ ഉണ്ടായതിനെ തുടർന്ന് മഴ നനയാതിരിക്കാൻ നിർമ്മാണം നടക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് കയറി നിൽക്കുകയായിരുന്നു സൽമാൻ ഫാരിസ്. അദ്ദേഹം ഒരു ഷവർമ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അതിനിടയിൽ ഈ നിർമ്മാണം നടക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കാറ്റിൽ ഒരു കല്ല് ദേഹത്ത് പതിച്ചാണ് അദ്ദേഹം മരിച്ചത്. ഇത്തരം അപകടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മഴ ശക്തമാകുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ദുബായ് സർക്കാർ ജീവനക്കാർക്ക് നാളെ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനങ്ങൾ ഉയർന്ന മേഖലയിൽ പാർക്ക് ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ദുബൈയുടെ വിവിധ റോഡുകളിൽ RTA വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. ഷാർജയിൽ വാഹനങ്ങൾ സുരക്ഷിതമാക്കാനായി എല്ലായിടത്തും പാർക്കിംഗ് ഇന്ന് സൗജന്യമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ വെള്ളിയാഴ്ച പൂർണ്ണമായും പാർക്കിംഗ് സൗജന്യമായിരിക്കും. അത് അവധി ദിവസങ്ങളിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന സ്ഥലങ്ങളിൽ പോലും പാർക്കിംഗ് സൗജന്യമാക്കിയിട്ടാണ് വാഹനങ്ങൾ സുരക്ഷിതമാക്കാനായി സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തന്നെയാണ്.